ആകാശവാണി. നമസ്കാരം. തെരുവോര കുട്ടികളുടെ അന്താരാഷ്ട്ര ദിനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. സമൂഹത്തിന്റെ ഓർക്കാൻ മടിക്കുന്ന മുഖമാണ് തെരുവോര ബാല്യം. സുരക്ഷയും സ്നേഹവും വിദ്യാഭ്യാസവും വെറും സ്വപ്നങ്ങളായി മാറി ജീവിതം പോരാട്ടമായി തീരുന്ന തെരുവുകുട്ടിയുടെ അവസ്ഥ ലോകമെമ്പാടും പ്രകടമാകുന്ന വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് മികച്ച ഭാവി ഉറപ്പാക്കുന്നത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന സത്യവും പലപ്പോഴും നാം മറന്നുപോകുന്നു. തെരുവുകളിൽ ലഭിക്കുന്ന പരിമിത സൗകര്യങ്ങളെ ആശ്രയിച്ചാണ് അവരുടെ ലോകവും ജീവിതോപാധിയും രൂപപ്പെടുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ 12-ന് തെരുവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കുട്ടികളുടെ അന്താരാഷ്ട്ര ദിനം ആചരിക്കുന്നതിന്റെ പശ്ചാത്തലവും മറ്റൊന്നല്ല. തെരുവുകളിൽ ജീവിക്കുന്നതോ ഉപജീവനത്തിനായി തെരുവുകളിൽ അഭയം പ്രാപിക്കുന്നതോ ആയ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവരുടെ ദുരവസ്ഥയെക്കുറിച്ച് അവബോധം വളർത്താനും ഈ ദിനം ലക്ഷ്യമിടുന്നു. 2011-ലാണ് ആദ്യമായി ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. തെരുവ് കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന കൺസോർഷ്യം ഫോർ സ്ട്രീറ്റ് ചിൽഡ്രനാണ് ആഗോളതലത്തിൽ ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നത്. ശിക്ഷിക്കരുത്, സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. തെരുവോര കുട്ടികൾക്ക് ആത്മാഭിമാനവും മൗലിക അവകാശങ്ങളും സുരക്ഷിതമായ പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ സേവനം എന്നിവയും ഉറപ്പാക്കാൻ ഭരണകൂടങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രധാന ഉദ്ദേശം. നഗരങ്ങളിലെ തെരുവുകളിൽ അന്തിയുറങ്ങുന്ന ദാരിദ്ര്യവും പാർപ്പിടമില്ലായ്മയും നേരിടുന്ന കുട്ടികളാണ് തെരുവോര കുട്ടികൾ. ചൂഷണം, അക്രമം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ലൈംഗിക അതിക്രമങ്ങൾ എന്നിവയ്ക്ക് ഇവർ നിരന്തരം ഇരയാകുന്നു. കൂടാതെ പലരും ഉപജീവനത്തിനായി ഭിക്ഷാടനമോ ചെറിയ ജോലികളോ ചെയ്യാൻ നിർബന്ധിതരാകുന്നു. ജോലിക്ക് കൂലി എന്ന സാമാന്യ പ്രാഥമിക അവകാശം പോലും നിഷേധിക്കപ്പെടുന്നവരാണ് ഇവരിൽ അധികവും. കുടുംബത്തിലെ ദാരിദ്ര്യം, മാതാപിതാക്കളുടെ മരണം, മദ്യപാനം, അവഗണന, ഗാർഹിക പീഡനം എന്നിവയാണ് കുട്ടികളെ വീട് വിട്ട് തെരുവിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങൾ. ലോകത്തുടനീളം തെരുവ് കുട്ടികളുടെ എണ്ണം ഇന്നും ആശങ്കാജനകമാണ്. തെരുവ് കുട്ടികളുടെ കൃത്യമായ എണ്ണം നിശ്ചയിക്കുന്നത് ബുദ്ധിമുട്ടാണ്. എങ്കിലും പൊതുവെ കണക്കാക്കുന്നത് ലോകത്ത് ഏകദേശം 100 ദശലക്ഷം വരെ തെരുവ് കുട്ടികൾ ഉണ്ടാകാം എന്നാണ്. കുടുംബ പിന്തുണയില്ലാതെ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് വേർപെട്ട് റോഡുകളിൽ ജീവിക്കുന്ന കുട്ടികളെയാണ് സാധാരണയായി തെരുവ് കുട്ടികളെന്ന് വിളിക്കുന്നത്. ചിലർ തികച്ചും അനാഥരായതിനാൽ തന്നെ തെരുവ് ജീവിതം അവരുടെ അന്തിമ ആശ്രയമായി മാറുന്നു. വികസ്വര രാജ്യങ്ങളിൽ മാത്രമല്ല, വികസിത രാജ്യങ്ങളിലും ഈ പ്രശ്നം നിലനിൽക്കുന്നത് ആഗോളതലത്തിൽ ഇതിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു. ഇവർക്ക് സ്ഥിരമായ താമസ സ്ഥലമില്ല. ശുദ്ധജലം, ഭക്ഷണം, ആരോഗ്യപാലനം എന്നിവയിൽ നിന്ന് വളരെ അകലെയാണ് ഇവരുടെ ജീവിതം. ഈ കുട്ടികൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് വിദ്യാഭ്യാസത്തിന്റെ അഭാവം. പലർക്കും വിദ്യാഭ്യാസം തികച്ചും അന്യമാണ്. വിദ്യാഭ്യാസമില്ലാതെ ഏതൊരാൾക്കും ജീവിതം മെച്ചപ്പെടുത്താൻ അവസരം കുറവായിരിക്കുമല്ലോ. സുരക്ഷയുടെ അഭാവം ഇവരെ ശാരീരികവും ലൈംഗികവുമായ പീഡനങ്ങൾക്ക് ഇരയാക്കുന്നു. അതുകൊണ്ട് തന്നെ ചിലർ കുറ്റകൃത്യങ്ങളിൽ പെട്ടുപോവുകയോ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് വഴുതിപ്പോവുകയോ ചെയ്യുന്നു. സമൂഹത്തിൽ നിന്ന് അവഗണനയും വിവേചനവും അനുഭവിക്കുന്നത് ഇവരുടെ മാനസികാരോഗ്യത്തെയും ഗുരുതരമായി ബാധിക്കുന്നു. മലിനമായ പരിസരങ്ങൾ വലിയൊരു ഭീഷണിയാണ്. വൈദ്യസഹായത്തിന്റെ അഭാവവും മോശം ജീവിത സാഹചര്യങ്ങളും കാരണം അവർ വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് ഇരയാകുന്നു. നിയമപരമായ സംരക്ഷണം ഇല്ലാത്തതിനാൽ പലരും മനുഷ്യക്കടത്തിനും വിധേയരാക്കപ്പെടുന്നു. തെരുവ് കുട്ടികളുടെ സാന്നിധ്യമാണ് ബാലവേലയുടെ വളർച്ചയ്ക്ക് വഴിവെക്കുന്നത് എന്നത് മറ്റൊരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. വളരെ സങ്കീർണമായ സാഹചര്യങ്ങളിലാണ് തെരുവോര കുട്ടികൾ വളരുകയും ജീവിക്കുകയും ചെയ്യുന്നത്. പലരും പലപ്പോഴും കുടുംബങ്ങളുമായി ബന്ധം പുലർത്തുന്നു. എന്നാൽ ദാരിദ്ര്യം കാരണം കുടുംബത്തിന്റെ ഉപജീവനത്തിനായി തെരുവുകളിൽ ജോലി ചെയ്യേണ്ടി വരുന്നു. അങ്ങനെയുള്ള പലരും പകൽ ജോലി ചെയ്ത് രാത്രി വീട്ടിലേക്ക് മടങ്ങുന്നവരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 1992-ൽ തെരുവ് കുട്ടികളുടെ ദയനീയ അവസ്ഥയെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ ഗൗരവത്തോടെ ചർച്ച ചെയ്യുകയും പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു പ്രമേയം അംഗീകരിക്കുകയും ചെയ്തു. ഈ പ്രമേയം ലോകമെമ്പാടുമുള്ള ഇത്തരത്തിലുള്ള കുട്ടികൾ നേരിടുന്ന ദാരിദ്ര്യം, പീഡനം, വിദ്യാഭ്യാസ അഭാവം, ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെ ഉയർത്തിക്കാട്ടുകയായിരുന്നു. കുട്ടികളുടെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് അംഗരാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അടിയന്തര നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ടെന്നും UN ആവശ്യപ്പെട്ടു. കൂടാതെ കുട്ടികൾക്ക് അഭയം, വിദ്യാഭ്യാസം,
ആരോഗ്യ പരിരക്ഷ എന്നിവ ഉറപ്പാക്കാൻ സർക്കാർ സംവിധാനങ്ങളും സാമൂഹിക സംഘടനകളും ചേർന്ന് പ്രവർത്തിക്കണമെന്നും പ്രമേയം നിർദ്ദേശിച്ചു. തെരുവ് ജീവിതം നയിക്കുന്ന കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുകയും അവരുടെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യേണ്ടതിന്റെ അന്താരാഷ്ട്ര ആഹ്വാനമായി ഈ പ്രമേയം മാറി. തെരുവോര കുട്ടികളുടെ ആവിർഭാവത്തെക്കുറിച്ചും പാർശ്വവത്കരണത്തെയും അവർക്കെതിരായ അക്രമങ്ങളെയും കുറിച്ച് പ്രമേയം ആശങ്ക പ്രകടിപ്പിച്ചു. ഭവനരഹിതരായ കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും അന്താരാഷ്ട്ര ബാലാവകാശ നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാനും അന്താരാഷ്ട്ര സഹകരണം ആവശ്യപ്പെടുന്നതായിരുന്നു ഈ പ്രമേയം. ഇതിന്റെ ഫലമായി തെരുവ് കുട്ടികളെ സഹായിക്കുന്നതിനുള്ള നിരവധി സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുരക്ഷ, കൗൺസിലിംഗ്, വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിത പരിശീലനം, നിയമസഹായം, ആരോഗ്യ സംരക്ഷണം, മറ്റ് സാമൂഹിക സേവനങ്ങൾ എന്നിവ നൽകുന്നതിനുള്ള പരിപാടികളാണ് പ്രധാനമായും ആവിഷ്കരിച്ചത്. കുട്ടികളുടെ അവകാശ സംരക്ഷണത്തെപ്പറ്റി യുനെസ്കോയും ജാഗരൂകരാണ്. തെരുവ് കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുന്നതിനും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുട്ടികൾ തെരുവിലേക്ക് പോകുന്നത് തടയുന്നതിനും യുനെസ്കോ പ്രവർത്തിക്കുന്നു. പ്രധാനമായും വിദ്യാഭ്യാസത്തെ കേന്ദ്രീകരിച്ച് എല്ലാ കുട്ടികൾക്കും സമതുലിതവും ഉൾക്കൊള്ളുന്നതുമായ പഠനാവസരങ്ങൾ ലഭ്യമാക്കുവാൻ സംഘടന ശ്രമിക്കുന്നു. തെരുവ് കുട്ടികൾക്ക് നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങളിൽ ഒന്നു മാത്രമാണ് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം. എന്നിരുന്നാലും തെരുവ് കുട്ടികളെ സമൂഹവുമായി കൂട്ടിയിണക്കാൻ പ്രാപ്തരാക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം വിദ്യാഭ്യാസമാണ്. ഔപചാരിക വിദ്യാഭ്യാസത്തിന് പുറമെ അനൗപചാരിക വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവയും യുനെസ്കോ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ കുട്ടികൾക്ക് സ്വയം പര്യാപ്തത നേടാൻ കഴിയുന്നു. കൂടാതെ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവത്കരണം നടത്തുന്നതിലും യുനെസ്കോ സജീവമായി പ്രവർത്തിക്കുന്നു. സർക്കാരുകളുമായി സഹകരിച്ച് കുട്ടികൾക്ക് സുരക്ഷിതവും സൗഹൃദപരവുമായ പഠന പരിസരം ഒരുക്കുന്നതിനായി നയരൂപീകരണത്തിലൂടെ സംഘടന പിന്തുണ നൽകുന്നു. അധ്യാപക പരിശീലനം, പാഠ്യപദ്ധതി വികസനം, സമഗ്രമായ വിദ്യാഭ്യാസ രീതികൾ എന്നിവയും ഇതിന്റെ ഭാഗമാണ്. കുടുംബങ്ങളും സമൂഹവും കുട്ടികളുടെ വളർച്ചയിൽ നിർണായകമാണ് എന്നതിനാൽ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്ന പരിപാടികൾ നടപ്പിലാക്കുന്നു. ഇതിലൂടെ കുട്ടികൾ തെരുവിലേക്ക് വഴുതിപ്പോകുന്നത് മുൻകൂട്ടി തടയുകയും അവർക്ക് സുരക്ഷിതവും സ്ഥിരതയുള്ളതുമായ ജീവിതം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് യുനെസ്കോയുടെ ലക്ഷ്യം. തെരുവ് കുട്ടികൾ എന്ന പദം പലപ്പോഴും വിപരീത അർത്ഥമുള്ള ഒരു ലേബലായി മാറുന്നതിനാൽ അത് മനഃശാസ്ത്രപരമായ പ്രതികൂല ഫലങ്ങൾക്കും കാരണമാകുന്നു. ഈ പദപ്രയോഗം കുട്ടികളെ ഒരു പ്രത്യേക വിഭാഗമായി വേർതിരിക്കുകയും അവരെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. മുഖ്യധാര സമൂഹം ഇവരെ പലപ്പോഴും ഭീഷണിയായി കണക്കാക്കി കുറ്റകൃത്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ സാമൂഹിക അംഗീകാരത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഓരോ കുട്ടിക്കും അവരുടേതായ സവിശേഷമായ കഥയുണ്ടാകും. തെരുവുകളുമായുള്ള അവരുടെ ബന്ധത്തിന്റെ കാരണങ്ങൾ ഓരോ രാജ്യത്തിനും നഗരത്തിനും പ്രദേശത്തിനും വ്യക്തിക്കുമനുസരിച്ച് വ്യത്യാസപ്പെടും. ദാരിദ്ര്യം, പ്രകൃതി ദുരന്തങ്ങൾ, സംഘർഷങ്ങൾ മൂലമുള്ള കുടിയിറക്കം, കുടുംബ തകർച്ച തുടങ്ങിയ ഘടകങ്ങൾ തെരുവ് കുട്ടികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമാകുന്നു. വിവേചനം, നീതി ലഭിക്കാനുള്ള അവസരങ്ങളുടെ കുറവ്, നിയമപരമായ സംരക്ഷണത്തിന്റെ അഭാവം എന്നിവ കുട്ടികളെ തെരുവിൽ താമസിക്കുകയോ തൊഴിലെടുക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്നു. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സർക്കാരുകളും സാമൂഹിക സംഘടനകളും ചേർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. ആദ്യം ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള പദ്ധതികൾ ശക്തിപ്പെടുത്തണം. കുടുംബങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്നതിലൂടെ കുട്ടികളെ തെരുവിലേക്ക് പോകുന്നതിൽ നിന്ന് തടയാം. രണ്ടാമതായി, എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കണം. തെരുവ് കുട്ടികൾക്കായി പ്രത്യേക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും അവരുടെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ പഠന രീതികൾ സ്വീകരിക്കുകയും വേണം. കുട്ടികളുടെ സംരക്ഷണത്തിനായി ശക്തമായ നിയമങ്ങൾ നടപ്പിലാക്കുകയാണ് മറ്റൊന്ന്. മനുഷ്യക്കടത്തും ബാലവേലയും തടയാൻ കർശനമായ നടപടികൾ ആവശ്യമാണ്. തെരുവ് കുട്ടികൾക്കായി അഭയകേന്ദ്രങ്ങൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നിവ സ്ഥാപിച്ച് അവർക്ക് സുരക്ഷിതമായ താമസവും അടിസ്ഥാന സൗകര്യങ്ങളും നൽകണം. ആരോഗ്യ പരിപാലനത്തിനായി സൗജന്യ ചികിത്സയും കൗൺസിലിംഗും ലഭ്യമാക്കണം. സമൂഹത്തിന്റെ പങ്കും ഇവിടെ നിർണായകമാണ്. തെരുവോര കുട്ടികളെ അവഗണിക്കാതെ അവരെ പിന്തുണയ്ക്കാനുള്ള മനോഭാവം നാം വളർത്തണം. സന്നദ്ധ സംഘടനകൾക്ക് ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും. സാമൂഹ്യ ബോധവത്കരണം നടത്തുന്നതിലൂടെ ഈ പ്രശ്നത്തെക്കുറിച്ച് ആളുകളിൽ ശരിയായ ധാരണ വളർത്താൻ കഴിയും. വീടില്ലാത്ത എല്ലാ കുട്ടികളും തെരുവിലെ തുറസായ സ്ഥലങ്ങളിൽ താമസിക്കുന്നില്ല. എന്നാൽ
പലരും വളരെ അനുചിതമായ സ്ഥലങ്ങളിൽ ജീവിക്കുന്നവരാണ്. തെരുവ് കുട്ടികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന എല്ലാ കുട്ടികളും അവശ്യം വീടില്ലാത്തവരായിരിക്കണം എന്നില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തെരുവ് കുട്ടികൾ എന്നത് തെരുവുകളിൽ താമസിക്കുന്നവരായാലും തെരുവുകളിൽ ജോലി ചെയ്യുന്നവരായാലും തെരുവുകളിൽ നിന്ന് തന്നെ പിന്തുണ ലഭിക്കുന്നവരായാലും തങ്ങളുടെ നിലനിൽപ്പിനായി തെരുവുകളെ ആശ്രയിക്കുന്ന കുട്ടികളാണ് എന്നാണ് കൺസോർഷ്യം ഫോർ സ്ട്രീറ്റ് ചിൽഡ്രൻ പറയുന്നത്. ലോകമെമ്പാടും തെരുവ് കുട്ടികളുടെ എണ്ണം കണക്കാക്കുന്നതിനും അതിനുള്ള രീതികളെക്കുറിച്ചും നിലവിൽ ഇവർ ഗവേഷണം നടത്തിവരികയാണ്. തെരുവ് കുട്ടികളുടെ എണ്ണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ കൃത്യവും ശേഖരിക്കാവുന്നതും താരതമ്യപ്പെടുത്താവുന്നതുമായ രീതിയിലാക്കുന്നതിനായി മേഖലയിൽ ഉടനീളം ഉപയോഗിക്കാവുന്ന ഒരു പൊതു മാനദണ്ഡം വികസിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. കുട്ടികളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഒരിക്കലും ഒരു കുട്ടിയെയും ഉപദ്രവിക്കരുത് എന്നതാണ് സംരക്ഷണത്തിന്റെ അടിസ്ഥാന പ്രമാണം. തെരുവ് സാഹചര്യങ്ങളിൽ കഴിയുന്ന കുട്ടികൾ പലപ്പോഴും പീഡനങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരയാകുന്നതിനാൽ അവരെ ഇത്തരം അരക്ഷിതാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കുന്നത് സർക്കാരിന്റെ പ്രധാന ഉത്തരവാദിത്തമാണ്. തെരുവുകളിൽ കഴിയുന്ന കുട്ടികൾക്കും പഠനാവസരങ്ങൾ ഉറപ്പാക്കുന്നതിലൂടെ അവരുടെ ഭാവി മെച്ചപ്പെടുത്താൻ കഴിയും. ആരോഗ്യത്തിനുള്ള അവകാശം ഒരിക്കലും നിഷേധിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. ശുദ്ധജലം, പോഷകാഹാരം, ചികിത്സാ സൗകര്യങ്ങൾ എന്നിവ ലഭിക്കേണ്ടത് അവരുടെ അടിസ്ഥാന അവകാശങ്ങളാണ്. തെരുവ് ജീവിതം നയിക്കുന്ന കുട്ടികൾക്ക് രോഗബാധകൾ കൂടുതലായതിനാൽ ആരോഗ്യ പരിരക്ഷ നിർണായകമാണ്. തിരിച്ചറിവിനുള്ള അവകാശം നിലനിൽപ്പിന്റെ അനിവാര്യ ഘടകമാണ്. ജനന രജിസ്ട്രേഷനും പേരും പൗരത്വവും ഇവർക്ക് ഉണ്ടായിരിക്കണം. പല തെരുവോര കുട്ടികൾക്കും ഇത്തരം രേഖകൾ ഇല്ലാത്തത് അവരുടെ അവകാശങ്ങൾ നേടുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നു. അതുപോലെ തന്നെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശവും ഇവർക്കുണ്ട്. സ്വന്തം ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായം പറയാനും അത് മാനിക്കപ്പെടാനും അവർക്ക് അവകാശമുണ്ട്. ചൂഷണത്തിലും ബാലവേലയിലും മനുഷ്യക്കടത്തിലും നിന്ന് സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം വളരെ നിർണായകമാണ്. ശക്തമായ നിയമ നടപടികൾ വഴി ഇവരെ ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. കൃത്യമായി പറഞ്ഞാൽ തെരുവ് സാഹചര്യങ്ങളിൽ കഴിയുന്ന കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ്. അവരെ കരുണയോടെയും മാന്യമായ സമീപനത്തോടെയും കാണുകയും അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പാക്കുകയും ചെയ്താൽ മാത്രമേ അവർക്ക് സുരക്ഷിതവും ആത്മവിശ്വാസമുള്ളതുമായ ഭാവി രൂപപ്പെടുത്താൻ സാധിക്കൂ. തെരുവ് കുട്ടികളെ പഠനത്തിലേക്ക് ആകർഷിക്കാൻ നൃത്തം, സംഗീതം, കായികം തുടങ്ങിയ സൃഷ്ടിപരമായ മാർഗങ്ങൾ ഉപയോഗിക്കാം. ഇത്തരത്തിലുള്ള ബദൽ സമീപനങ്ങൾ അവരുടെ താൽപ്പര്യം വർദ്ധിപ്പിക്കുകയും പിന്നീട് അവരെ മുഖ്യധാര വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കുന്ന വഴികൾ തുറക്കുകയും ചെയ്യും. തെരുവുകളിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കുന്നത് ഒരു തവണയുള്ള പ്രവൃത്തിയല്ല. കുട്ടികളും കുടുംബങ്ങളും സ്വയം മുന്നേറാൻ കഴിയുന്ന ദീർഘകാല സുസ്ഥിരമായ ഒരു സംവിധാനമാണ് ആവശ്യം. ഇതിനായി യുണിസെഫ് നിരന്തരം വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആരോഗ്യം, പോഷകാഹാരം, തൊഴിലവസരങ്ങൾ എന്നിവ ഉൾപ്പെടെ കുട്ടികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുകയും ദുരുപയോഗവും ദാരിദ്ര്യവും ഫലപ്രദമായി നേരിടുകയും ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് നല്ലൊരു ഭാവിയിലേക്ക് മുന്നേറാനുള്ള കഴിവുകൾ നേടാൻ സഹായിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. തെരുവ് കുട്ടികളുടെ പ്രശ്നം ഒരു രാജ്യത്തിന്റെയോ പ്രദേശത്തിന്റെയോ മാത്രം വിഷയമല്ല. ആഗോളതലത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു മനുഷ്യാവകാശ പ്രശ്നമാണ്. സർക്കാർ, സമൂഹം, അന്താരാഷ്ട്ര സംഘടനകൾ എന്നിവ ചേർന്ന് ഏകോപിതമായി പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് സുസ്ഥിരമായ പരിഹാരം കണ്ടെത്താൻ കഴിയൂ. ഓരോ കുട്ടിക്കും സുരക്ഷിതവും സന്തോഷകരവുമായ ബാല്യകാലം ലഭിക്കേണ്ടത് അവരുടെ അടിസ്ഥാന അവകാശമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ, സുരക്ഷിത ജീവിതം എന്നിവ ഉറപ്പാക്കുന്ന ദീർഘകാല പദ്ധതികൾ നടപ്പിലാക്കണം. കൂടാതെ അവരെ ലേബൽ ചെയ്യാതെ മനുഷ്യരായി കാണുന്ന സമീപനവും വളർത്തേണ്ടത് പ്രധാനമാണ്. തെരുവിൽ ജോലി ചെയ്യുകയും ജീവിക്കുകയും അതിജീവിക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ പാർശ്വവത്കരണം ലോകമെമ്പാടുമുള്ള ഒരു പ്രശ്നമാണ്. കുട്ടികൾ ഒരു രാജ്യത്തിന്റെ ആസ്തിയും പ്രതീക്ഷയുമാണ്. അതിജീവനത്തിനും സംരക്ഷണത്തിനും വികസനത്തിനും സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിനുമുള്ള അവകാശം അവർക്കുമുണ്ട്. ശരിയായ നയങ്ങളും കരുണാപൂർവമായ സാമൂഹിക ഇടപെടലുകളും വഴി തെരുവ് കുട്ടികൾക്ക് സുരക്ഷിതവും ആത്മാഭിമാനവുമുള്ള ഭാവി ഉറപ്പാക്കാൻ കഴിയും. തെരുവോര കുട്ടികളുടെ അന്താരാഷ്ട്ര ദിനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി സമാപിക്കുന്നു. ഏകോപനം ലെമിജി നായർ. തയ്യാറാക്കിയത് KC അനിൽകുമാർ. അവതരണം കരോൾ ത്രേസ്യാമ്മ അബ്രഹാം.